ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? ഒരുപാട് നാളായി ലൈവിൽ നിന്നല്ല, ഇതുപോലെ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളെന്ന് പറഞ്ഞാൽ കുറച്ച് അല്പം വീഡിയോകൾ ചെയ്യാറുണ്ട്. പ്രധാനപ്പെട്ടൊരു വീഡിയോ ആണ് ഇത്. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. കാരണം നമ്മൾ ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, വളരെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പരിപാലിക്കേണ്ട കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പല വീഡിയോകളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് ജസ്റ്റ് പറഞ്ഞു പോകാമെന്നല്ലാതെ അതിന് വിശദമായിട്ട് നമ്മൾ വീഡിയോ കാണിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ലെസോട്ട എന്ന് പറഞ്ഞ മരുന്ന് എല്ലാവർക്കും അറിയണം, വളരെ ഈസിയാണ്. പക്ഷേ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, പലവരുടെ മൈൻഡും പല വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് രീതിയും വെച്ച് പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും, പല രീതിയിൽ കേൾക്കുന്നവരുണ്ടാവാം. അത് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ചിലവർ നേരെ ഉൾട്ടാണ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ സാധാരണക്കാരൻക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ എടുത്ത് മരുന്നെടുക്കുന്നത് എങ്ങനെ, അതുപോലെ തന്നെ 2 മരുന്നുകളും എങ്ങനെ മിക്സ് ചെയ്യണം എന്നുള്ളത് വിശദമായിട്ട് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും, കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന എല്ലാവരും ഈ വീഡിയോ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വളരെ വിശദമായിട്ട് നമ്മൾ ആ കാര്യം ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ നോക്കേണ്ട രീതികൾ നമ്മളതിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുഞ്ഞ് എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ അവർക്ക് അതിൻ്റെ A to Z വരെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എന്നെക്കൊണ്ട് ഞാൻ പഠിച്ച അറിവുകൾ, ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം വളരെ വിശദമായിട്ട് ഞാൻ എൻ്റെ കസ്റ്റമർക്ക് ആയിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ വീഡിയോ വാക്സിനേഷൻ എങ്ങനെ കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഏത് രീതിയിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് വിശദമായിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളുമായി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ അടുത്തു നിന്ന് പലരും കോഴിനെ മേടിച്ച് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, കോഴിക്കുഞ്ഞുങ്ങൾ, ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെസോട്ട എന്ന മരുന്ന് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് പലർക്കും പല രീതിയിൽ പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ കണ്ണിലും മൂക്കിലുമാണ് നമ്മൾ ഓരോ കുഞ്ഞിനും മരുന്ന് കൊടുക്കേണ്ടത്. ഞാൻ വിശദമായിട്ട് വോയിസിലൂടെയൊക്കെ ഞാനുമായി സഹകരിച്ചവർക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിലൂടെ മെസ്സേജ് വിടാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ചിലവർക്ക് അതിലൂടെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവാത്ത ഒരുപാട് പേരുണ്ട്. പലരും പല അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് മരുന്ന്. നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഫ്രീസറിൽ ഫ്രിഡ്ജിൽ നിന്നാണ് നമുക്കത് കിട്ടുക. ഇതിൽ ഐസും കട്ട ഒക്കെ ഇട്ടിട്ടാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തരിക. ഇതിൽ ഒന്നിൽ ലിക്വിഡും ഒന്നിൽ പൊടിയാണ്. ലസോട്ട മരുന്നിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നിൽ ലിക്വിഡും ഒന്നിൽ പൊടിയും. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മൂടി കുറച്ച് ഒരു അലുമിനിയത്തിൻ്റെ ഒരു തകിടുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവർ പോലത്തെ ചെറിയ നോബ് മുനയുള്ള എന്തെങ്കിലും വെച്ചിട്ട് അത് മൂടി എടുത്തിട്ട് ഈ ലിക്വിഡ് ഉണ്ടല്ലോ, ലിക്വിഡ് തുറന്നിട്ട് ഇതിലേക്ക് നിക്ഷേപിക്കുക, ഈ പൊടിയിലേക്ക് നിക്ഷേപിക്കുക. എന്നിട്ട് ഇത് പൊടിയിലേക്ക് ലിക്വിഡ് നിക്ഷേപിച്ചിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വീണ്ടും ഈ ബോട്ടിലേക്ക് തന്നെ ഒഴിക്കണം. അത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇത് കുറച്ച് വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്.
ഇത് വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. കൈയൊന്നും മുറിയരുത്. ഇത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ കുറച്ച് തിക്കണം, കുറച്ച് പണിയുണ്ട്. അങ്ങനെ ഇപ്പം ഇങ്ങനെ കൈ മുറിയാതെ നോക്കണം. ഇത് ലിക്വിഡാണ്, വളരെ ഈസിയാണ്. എന്നിട്ടിത് എടുക്കാതെ കണ്ടില്ലേ. ഇനി അതെടുത്തിട്ട് ലിക്വിഡാണ് കേട്ടോ, ലിക്വിഡ് ലിക്വിഡ് ഇതേപോലെ സൂചി ഉപയോഗിച്ച് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതാ കണ്ടില്ലേ, ഇതുപോലെ കളയാണ്ട് ഇത് 100 എണ്ണത്തിന് 100 കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ടൈം വരുന്നത്. ഓക്കെ. എന്നിട്ട് അതിൽ നോക്കിയിട്ട് അങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഷേക്ക് ചെയ്യാം. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ആ ബോട്ടിൽ തന്നെ കണ്ടില്ലേ അതിൻ്റെ മൂടി നമ്മൾ ഇതേപോലെ ഊരാൻ കഴിയും കേട്ടോ. ഈ കുപ്പിയുടെ മൂടിയാണ് കണ്ടോ, ഇതേപോലെ ഊരിയിട്ട് പുറത്തേക്ക് ഊരിയിട്ട് ഇത് ജസ്റ്റ് ഇതേ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് ഇതേ കണ്ടല്ലേ. ഓക്കെ, ഇതാണ് ഇത്രയുള്ള പണി നമുക്ക്. ഇതാ ഇനി ഇതേ കണ്ടാ, ഇപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ലെസോട്ട എന്ന മരുന്നാണ് കേട്ടോ. ഞങ്ങളിവിടെ മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്ന കുപ്പിയുടെ ബോട്ടിലാണിത്. പല കടകളിലും ചിലപ്പോൾ ചില സമയത്ത് കമ്പനി മാറ്റി വരാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞിനെ കൊണ്ടുവന്ന് 100 എണ്ണത്തിൻ്റെ ബോക്സാണിത് കാണാം. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മരുന്നൊക്കെ കൊടുക്കണം. ഇതുപോലത്തെ ബോട്ടിലാണ്, ഇതുപോലത്തെ ഇതിലായിരിക്കും നമ്മൾ കുഞ്ഞുങ്ങളെ അയക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് നമ്മൾ നാടൻ കോഴി, ബെസ്റ്റ് അടയിരിക്കുന്ന നല്ല ഒറിജിനൽ നാടൻ കോഴി കുട്ടികളാണ്. അപ്പോൾ നമുക്ക് ഓൾ കേരള സപ്ലൈ ഉണ്ട്. ഒരു ദിവസം പ്രായമുള്ളത് മുതൽ വിവിധ പ്രായത്തിലുള്ളത് നമ്മൾ നിരന്തരം എല്ലാ ശനിയാഴ്ചയും നമുക്ക് ഓൾ കേരള സപ്ലൈ ആണ്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. എൻ്റെ നമ്പർ 9961895552, തൃശ്ശൂർ ജില്ല, വാടാനപ്പള്ളി. അപ്പോൾ നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗം എന്ന രീതിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 21 ദിവസം നോക്കിയാൽ മതി. 21-ാം ദിവസം മുതൽ ഞാൻ തന്നെ നിങ്ങൾക്ക് അവിടെ ആളുണ്ടാക്കി തരുകയും ചെയ്യും കേട്ടോ. ഓക്കെ, ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞത് മാത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കുന്നത് ഇതിപ്പോൾ ഈ കുഞ്ഞിനെങ്ങനെ എടുക്കുക, അതാ മരുന്ന് കൊടുക്കുന്നത് നമ്മൾ സ്ലോയിൽ കൊടുക്കട്ടോ. ഒരു മിനിറ്റ് ഇതാ അങ്ങനെ പഠിക്കുക. ഒരു കണ്ണിൽ ഒരു ഡ്രോപ്പ്, മൂക്കിൽ ഒരു ഡ്രോപ്പ്. ഓക്കെ, ഇങ്ങനെയാണ് കൊടുക്കേണ്ടുള്ളൂ. അപ്പോൾ അടുത്ത കുഞ്ഞിനെ പിടിച്ച് ഇതാണ്ട, അത് വായിലല്ല നമ്മൾ കൊടുക്കുന്നത്, കണ്ണിലും മൂക്കിലാണ് കൊടുക്കുന്നത്. ഓക്കെ, കാണുന്നില്ല, ഇതാ ഇറ്റിക്കല്ലേ, കൊടുക്കും മൂക്കിൽ, കാണുന്നില്ല എന്ന്. ഓക്കെ, കണ്ടോ, മോളാണ് കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെ മെല്ലെ പിടിക്കുക. എന്നിട്ട് ഇതേ കണ്ണിലൊരു ഡ്രോപ്സ്, മൂക്കിലൊരു ഡ്രോപ്പ്. കണ്ടില്ലേ, കുഞ്ഞ് കുടിക്കുന്നുണ്ടോ? ഇതാ ഇതിപ്പോൾ കോഴീനെ നമ്മൾ പിടിച്ചിട്ടുള്ളത് കണ്ടില്ലേ. ഇപ്പം മരുന്ന് കൊടുക്കേണ്ടത് ഒരു ഡ്രോപ്പ് കണ്ണിലും ഒരു ഡ്രോപ്പ് മൂക്കിലും. കണ്ടോ, അതിപ്പോൾ കുഞ്ഞ് നമ്മൾ വായിലല്ല കൊടുത്തത്, അതിൻ്റെ വയറ്റിലേക്കാണ് അത് പോയിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ ഈ രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതാ ജസ്റ്റ് മുട്ടിച്ചിട്ട്, വലിയ തുള്ളിയൊന്നും വേണ്ട, ചെറിയ തുള്ളി, കണ്ണടച്ചിരിക്കുന്നുണ്ടാവും, എന്നാലും കണ്ടില്ലേ, കണ്ടാ കണ്ണിലൊരു തുള്ളി കൊടുത്താൽ മതി. ഇതാ ഈ രീതിയിലാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കേണ്ടത്. ഞാൻ ഒന്നുകൂടി കാണിക്കാം. പലരും നമ്മളോട് വിളിച്ച് ചോദിക്കാറുള്ളതാണ് മരുന്ന് എങ്ങനെ കൊടുക്കുക, ഒന്ന് പറഞ്ഞു തരുമോ ഷിയാസേ എന്ന് പറഞ്ഞു. കണ്ടാ, നോക്കിയേ, കണ്ടാ
കണ്ട ഇറക്കണ കണ്ട അത്. അയ്യോ അത്രേ ഉള്ളൂ. ഇത് ലെസോട്ടാന്ന് പറഞ്ഞാൽ മരുന്ന്. ഇനി 21-ാം ദിവസം അതല്ലെങ്കിൽ 15-ാം ദിവസം 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ IBD എന്ന് പറഞ്ഞ മരുന്നാണ്. അത് ഇതുപോലെ തന്നെയാണ് 2 ബോട്ടിലാണ് വരിക. അപ്പോൾ ബോട്ടിൽ നമ്മൾ എടുത്തതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നു, ഒന്നുകൂടി കാണിച്ചു തരാം. മരുന്ന് കൊടുക്കുന്നത് കണ്ണിലൊരു തുള്ളി, മൂക്കിലൊരു തുള്ളി. കണ്ടോ, ഇതാണ്, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, എല്ലാവർക്കും ഇപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വേറെ വയ്ക്കുക. അപ്പോൾ മരുന്ന് കൊടുത്തത് എന്നിട്ട് ഈ ബോക്സിലേക്ക് ഇടുക. അപ്പോൾ മിക്സിങ് വരില്ല. അപ്പോൾ അങ്ങനെ 100 എണ്ണം ഇതിൻ്റെ മരുന്നാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ അറിവില്ലാത്തവരിലേക്ക്, ഇപ്പോൾ ഇത്രയും ആൾക്കാർ പലരും ആവശ്യക്കാരുണ്ടാവും മരുന്ന് കൊടുക്കുന്ന വീഡിയോ, അതല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഇതിൽ നമ്പർ വെച്ചിട്ടുണ്ട്. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 9961895552. പിന്നെ കുഞ്ഞുങ്ങൾക്ക് തീറ്റച്ചെലവ് കുറക്കാൻ വേണ്ടി പല മാർഗങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നതും അതുപോലെ തന്നെ തീറ്റച്ചെലവ് കുറച്ച് തീറ്റ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ നിസ്സാരമാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും മനസ്സിലാക്കുക. ഇത്രയും പരിപാടിയുള്ളൂ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്ന ഇത്. മരുന്ന് കൊടുക്കുന്നത് എൻ്റെ മോള് സെൻഫയുണ്ട്, സഫ്രയുണ്ട് കൂടെ അടുത്ത്. അവരാണിത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ. നമ്മളെ ചങ്കുകളാണ്. അവരില്ലെങ്കിൽ നമ്മളില്ല. നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് അവരാണ്. അവർക്ക് നമ്മൾ പഠിപ്പിച്ചിട്ടാണ് കേട്ടോ. അവരൊക്കെ നമ്മൾ ഇതുപോലെ പഠിപ്പിച്ചത്. 9 വയസ്സുള്ള മോളാണ് ഇപ്പോൾ ഇത് ചെയ്യണത്. 9 വയസ്സുള്ള മോളാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. അതെ കണ്ടാ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ലെസോട്ട മരുന്ന് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, താങ്ക് യു.